നമ്മുടെ ആദിലയും നൂറയും അനുമോളും കൂടെ പണപ്പെട്ടി അല്ലെങ്കിൽ ആ പണപ്പെരുമഴ ടാസ്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നൂറയ്ക്ക് അങ്ങോട്ട് കത്തുന്നില്ല. നൂറ എല്ലാം ഒരു ഒരു എന്താ പറയുക, ഒരു ട്യൂബ് ലൈറ്റ് പോലെയാണ്. പെതുക്കെയാണ് എല്ലാം കത്തുന്നത്. അപ്പം നൂറയ്ക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പം അതിലേക്ക് നല്ല വിഷമമുണ്ട് ഈ ഒരു ടാസ്ക് ഇങ്ങനെ വേറെ രീതിയിൽ കളിക്കുന്നതിൽ, അതായത് പണപ്പെട്ടി കിട്ടാതെ വേറെ രീതിയിൽ. അപ്പം അവർ പറയുകയാണ്, അയ്യോ എന്തൊരു കഷ്ടമാണ്, നമുക്ക് ഒരു വിന്നറിന് കിട്ടാനുള്ള പൈസയ്ക്കകത്തുനിന്ന് കുറയ്ക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മുടെ ഷാനവാസ് അതിലേക്കൂടെ പോയപ്പോൾ ഷാനവാസ് അമ്മായി മിക്കവാറും, ഷാനവാസിൻ്റെ അമ്മായി എന്നാണ് ഇവർ വിളിക്കുന്നത്, അമ്മായി മിക്കവാറും കുറച്ച് തൂക്കാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര പൈസ പിറക്കുന്ന ഒരാളാണ്. അതേപോലെ അനീഷേട്ടനും അതേപോലെ തന്നെയാണ്. അനീഷേട്ടന് നല്ല രീതിക്ക് പൈസയൊക്കെ എടുക്കും, പിറക്കാനൊക്കെ അനീഷേട്ടന് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് നെവീന് പറ്റിയ ടാസ്ക് അല്ല. നെവീൻ ഇത് കുനിയണം. നെവീൻ അതുകൊണ്ട് ഇല്ലാത്ത നന്നായി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർ അനീഷേട്ടനെ വിളിച്ചിട്ട്, അനീഷേട്ട അങ്ങോട്ട് വന്നേ, നിങ്ങളിവിടെ ജീവിക്കാനല്ലേ വന്നത്, നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ശരിക്കും പൈസ വേണോ, ഈ കളിയിൽ നിന്ന് മാറി നിൽക്കുന്നു പറയുമ്പോൾ അനീഷേട്ടൻ നമ്മുടെ ആതിരയുടെ കവളത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. കവളത്ത് പിടിക്കുമ്പോൾ ആദിലയും നൂറയും കൂടെ അയ്യോ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം അനീഷേട്ടൻ ആദ്യമായിട്ടാണ് ആദിലയുടെ അടുത്തൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അനീഷേട്ടൻ ഇങ്ങനെ ആദിലയുടെ കവളത്ത് വിളിക്കുന്ന സമയത്ത് അനുമോളുടെ മുഖം അത്ര വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. അപ്പോൾ അനുമോളും നൂറയും കൂടെ എന്തൊക്കെയോ ഇരുന്ന് കമൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ ആദിലയോട് വന്ന് പറയുകയാണ്, എപ്പോഴും നീ എൻ്റെ കവളത്തല്ലേ പിടിക്കുന്നത്, ഇപ്പം ഞാൻ പിടിച്ചു, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ കൈ കൊടുക്കുകയാണ്. എന്തായാലും അനീഷേട്ടൻ ഇപ്പം എല്ലാവരോടും തന്നെ നല്ല അടുപ്പത്തിലാണ്. അനുമോളോടും നല്ല അടുപ്പത്തിലാണ്. അതേപോലെ ബാക്കിയുള്ള എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് അനീഷേട്ടൻ. ആദ്യമൊക്കെ എല്ലാവരുടെ അടുത്തും ഒരു കയ്യകലം പാലിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിരുന്ന ആളിപ്പം ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരോടും കൂടെ സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടാസ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്.